ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ എന്താ കോർ ഏരിയാസ് അല്ലെങ്കിൽ 50 മാർക്ക് കിട്ടാനുള്ള ഏരിയാസ് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മലയാളം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, മലയാളം പഠിക്കാൻ വേണ്ടി ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മലയാളം പഠിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, മലയാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഭാഷയാണ്, നമ്മുടെ ഓൺ മദർ ടങ്. അപ്പം നമുക്ക് പഠിക്കാൻ ഒരുപാട് എഫേർട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ മതി, വായിക്കാൻ അറിയാം, നമുക്ക് എഴുതാൻ അറിയാം, നമുക്കത് വായിച്ചാൽ മനസ്സിലാവും, നമുക്ക് കേട്ടാൽ മനസ്സിലാവും, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം പഠിക്കാം, അപ്പം നൈസിലാണ് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇനി സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഒക്കെ അറിയാത്ത ആൾക്കാരാണ്, ഇംഗ്ലീഷ് വലുതായിട്ട് ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്, അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മലയാളം ബുദ്ധിമുട്ടാണ് എന്നുള്ളവർ ഒരു പ്രശ്നമില്ല, ഒരു നാണക്കേടും വിചാരിക്കേണ്ട. നമ്മൾ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിനകത്ത് വലിയ പഠിക്കുന്നതനുസരിച്ചിരിക്കും. നമ്മൾ ഏത് ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്, ക്ലിയർ ആയോ? നമ്മൾ അത് യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അതുകൊണ്ട് മലയാളം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ആദ്യമേ ആ ഇ ഉ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, കായ്ക്ക് പഠിക്കുക. അതെല്ലാം പഠിച്ച് എഴുതി നമ്മൾ ഫ്രണ്ട് പേജ് എടുത്ത് അതും വൃത്തിയായിട്ട് എഴുതി നിങ്ങൾക്ക് എല്ലാ അക്ഷരങ്ങളും അറിയാവോ എന്ന് മനസ്സിലാക്കുക. പിന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പറ്റുന്നതാണെങ്കിൽ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ പദശുദ്ധി എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. ഇതിനകത്ത് ഏതാണ് തെറ്റ്, ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ട് കൊടുത്തേക്കുന്ന വാക്ക് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പം നമുക്കത് പഠിച്ചേ വരത്തോളൂ, ക്ലിയർ ആയോ? അതുകൊണ്ട് നമ്മൾ പദശുദ്ധി പഠിക്കണം. അതുകൊണ്ട് തന്നെ എഴുതി പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഓക്കെ, മലയാളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മലയാളം റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ട് അതിനകത്ത് ഒരുപാട് വൊക്കാബുലറീസ് എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റായിട്ട് കിടപ്പുണ്ട്. വൊക്കാബുലറിയുടെ സെക്ഷൻ, അതാണ് ഗ്രാമറിൻ്റെ സെക്ഷനും ഉണ്ട്. വൊക്കാബുലറി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് പദശുദ്ധി വരും, പര്യായ പദം വരും, പിന്നെ അതിനൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഗ്രാമർ വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് കുറേ ഗ്രാമർ ടേംസ് നമ്മൾ ഇതുവരെ അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങളും വരും. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ പുതിയൊരു സബ്ജക്റ്റ് പഠിക്കും, നമ്മൾ ലാംഗ്വേജ് പുതിയൊരു സാധനം പഠിക്കുന്ന കണക്ക് ഇരുന്ന് പഠിക്കാം. പദശുദ്ധി പഠിക്കാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. പദശുദ്ധി എന്ന് പറയുമ്പോൾ ഒരു ഇഷ്ടംപോലെ കാര്യം, 500 വാക്കുകൾ കാണുമായിരിക്കും നമ്മൾ റാങ്ക് ഫയലിനകത്ത്. അതിനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നതായിരിക്കും അവർ പ്രിഫർ ചെയ്തതിനകത്ത് ഇട്ടേക്കുന്നത്. ക്ലിയർ ആയല്ലോ? അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക, നിങ്ങൾ പദശുദ്ധി എടുത്തിട്ട് ആദ്യമേ പദശുദ്ധിയിൽ അത് മൊത്തം അങ്ങ് വായിക്കുക. എന്നിട്ട് നിങ്ങൾ ഫോണിലോട്ട് റെക്കോർഡ് ചെയ്യുക. ഫോണിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ റെക്കോർഡ് കേട്ടിട്ട് അതെന്ത് ചെയ്യുക, നമ്മുടെ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് അതിനകത്തൊരു കാണാതെ എഴുതുക. അങ്ങനെ കാണാതെ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയെന്ന് മനസ്സിലാവും. അപ്പം നിങ്ങൾ തെറ്റിയത് മാത്രം പിന്നെയും പഠിക്കാൻ പറ്റും. പിന്നെ തെറ്റിയത് മാത്രം പഠിച്ചാൽ മതി. ക്ലിയർ ആയോ? പിന്നെ ചില നമ്മൾ വിചാരിക്കും ഈ ഷാ ആയിരിക്കത്തില്ല, മറ്റേ ഷാ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഷാ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഈ ഇതായിരിക്കത്തില്ല അവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറേ ലെറ്റേഴ്സ് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ കേട്ട് നമ്മൾ കാണാപ്പാടമായിട്ട് എഴുതുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മൾ കേട്ട് എഴുതുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. കേട്ട് എഴുതുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് തെറ്റ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. പദശുദ്ധി നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. അതാണ് സംഭവം. പിന്നെ നമ്മൾ മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോട്ട്ബുക്ക് എടുക്കണം. നോട്ട്ബുക്ക് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ നിന്നില്ല ഇംഗ്ലീഷും ഫ്രണ്ടിൽ നിന്ന് മലയാളം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഒരു ബുക്ക് എടുക്കുക. എന്നിട്ട് അതിനകത്ത് നമുക്ക് വൊക്കാബുലറി, ഇപ്പം നമ്മൾ ഇന്നത്തെ ഡേറ്റ് ഇട്ട് നമ്മൾ വൊക്കാബുലറി പഠിക്കുക വെച്ചോ. ഇന്നത്തെ ഡേറ്റിൽ നമ്മൾ വൊക്കാബുലറി പഠിക്കുകയാണെങ്കിൽ നമുക്ക് നാളത്തെ ഡേറ്റ് ഇട്ടിട്ട് എന്ത് പഠിക്കണം, നമ്മുടെ ഗ്രാമർ പഠിക്കണം. അടുത്ത ദിവസം വൊക്കാബുലറി. ഇനിയിപ്പോൾ ഗ്രാമർ പഠിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഗ്രാമർ പഠിക്കുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടത്തില്ല. ഗ്രാമർ ഒരുപാടുണ്ട്, നമുക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് ഈ ടേംസ് പോലും നമുക്ക് അറിയാൻ ചാൻസ് കുറവ്. അതുകൊണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പം ഓൺലൈൻ ക്ലാസ്സൊന്നും ഇല്ല, നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് നിങ്ങൾ ക്ലാസ്സിന് ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് ഒരുപാട് വീഡിയോ കിടപ്പുണ്ട്, എങ്ങനെയാണ് ഗ്രാമർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ആ വീഡിയോസ് നമ്മളിപ്പം തദ്ധിതം എന്ന് പറയുന്നൊരു പോർഷൻ എടുത്തെങ്കിൽ അതിനകത്തുനിന്നുള്ള അതെടുത്തിട്ട് യൂട്യൂബ് ചാനൽ നോക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും വീഡിയോ കാണും, നല്ല വീഡിയോസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നല്ലതാണോ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പം അവരും ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തെറ്റാണോ എന്ന് വിചാരിക്കേണ്ട, അത് കേട്ട് പഠിക്കുക. ക്ലിയർ ആയോ? അത് കേട്ട് പഠിച്ച് നിങ്ങൾ ഗ്രാമർ കറക്റ്റായിട്ട് എഴുതി കൊണ്ടുപോകാം. ഗ്രാമർ ഒരു അത്യാവശ്യ സാധനമാണ്, നമുക്ക് 5 മാർക്ക് കളയാതെ പഠിക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ്. അത് ഒത്തിരി പാടൊന്നുമില്ല, ഗ്രാമർ ഒരിക്കലും പാടല്ല. പഠിച്ച് വരുമ്പോൾ നമുക്കത് എളുപ്പമായി വരത്തേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? നമ്മൾ യൂസ് ചെയ്ത് കുറച്ച് ഒരു ലോയും കാര്യങ്ങളും പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ മലയാളികളല്ലേ, നമുക്കത് എളുപ്പമായിട്ട് പറ്റും. അത് ക്ലിയർ ആയല്ലോ? അപ്പം മലയാളം പഠിക്കാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറ്റുന്ന യൂട്യൂബിൽ പഠിക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഞാൻ പദശുദ്ധിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പദശുദ്ധിയുടെ വാക്കുകൾ ഞാൻ വായിച്ചു തരാം, അത് നിങ്ങൾ കാണാതെ എഴുതാം നാളെ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നാളെ കേട്ടെഴുതാൻ റെഡി ആയിക്കോ. പദശുദ്ധി ഒരു 100 വാക്കുകൾ ഞാൻ വായിക്കും, അത് അപ്പം തന്നെ എഴുതണം. എഴുതി എനിക്ക് മാർക്ക് കമൻറ്റ് ബോക്സിൽ ഇടണം. ഓക്കെ? അപ്പോൾ നാളെ കാണാം. ബൈ.